ഫ്രണ്ട്സ്, വെരി വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞങ്ങളിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഹൈദരാബാദ് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചിക്കൻ ബിരിയാണി അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും അടിപൊളി കിടുക്കാച്ചി ടേസ്റ്റാണ് നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങളും ഇതേപോലൊരു ബിരിയാണി വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വെക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വേണം, നമുക്കൊരു 5-6 എടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ നമ്മൾ പുതിന ഇലയുണ്ട്. പുതിന ഇല നല്ല കഴുകി നല്ല ഫ്രഷാക്കി വെച്ചേക്കുന്ന പുതിന ഇല, അതുപോലെ തന്നെ മല്ലിയിലയും നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. രണ്ടും ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു 4-5 പച്ചമുളക് ചതച്ചത് നമ്മൾ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കല്ലിൽ എന്തെങ്കിലും ചതച്ചാൽ മതി. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിയുണ്ട്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്. ഇതൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂടുതലോ കുറവോ എന്തെങ്കിലും ചെയ്യാം. 2 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സാഫ്രോൺ, നമ്മുടെ കുങ്കുമപ്പൂ. അപ്പോൾ നമ്മൾ ഇത്രയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാള ഒന്ന് വറുത്തെടുക്കണം. അത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ സവാള ഒന്ന് വറുത്തെടുത്ത് നമുക്ക് മാറ്റി വെക്കണം. ആദ്യമേ നമ്മൾ അതാണ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കുറച്ചെടുത്ത് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ സവാള നല്ല രീതിയിലൊന്ന് വറുത്ത് കോരിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ലേശം പഞ്ചസാര ഇടാമെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ കിട്ടാതെ നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇട്ടില്ലെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഉള്ളി ഒന്ന് നല്ല മുരിഞ്ഞ് നല്ല വറുത്ത് നമുക്ക് കോരി മാറ്റിയെടുക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്, മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കോരിയെടുക്കാം. ഹൈദരാബാദ് ബിരിയാണി ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സംഭവം ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കതിനെ കോരി മാറ്റി വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ മാരിനേഷൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. നമ്മുടെ ഉള്ളി വറുത്തത് നല്ല മണമായിരിക്കും. നമ്മുടെ ഉള്ളി ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ആ എണ്ണ ചൂടായിരിക്കുന്നുണ്ട്, അതിനകത്ത് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് വറുത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ആയിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി നമുക്കൊന്ന് ഒരു മിക്സിയിലിട്ടൊന്ന് പൊടിപ്പിച്ചെടുക്കണം. കാരണം നമ്മൾ വറുത്ത ഉള്ളി ഒരു പിടി നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കണം. നമ്മൾ നമ്മളെ ചിക്കൻ ബിരിയാണി വെച്ച് എല്ലാം ലാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. ബാക്കി നമുക്ക് ഉള്ളി എടുത്ത് നല്ല രീതിയിലൊന്ന് നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഐറ്റം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഉള്ളി. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ പൊടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മാരിനേഷനാണ്. അപ്പം നമ്മൾ കഴുകി കട്ട് ചെയ്ത് വിനാഗറിലിട്ട് കഴുകി വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കനാണ്. വിനാഗർ കഴിയുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറി നല്ല ഫ്രഷായി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. മാരിനേഷൻ നമുക്ക് എത്ര മാക്സിമം കൂടുതൽ ടൈം വെക്കാൻ പറ്റും അത്രയാണ് നല്ലത്. ഇപ്പം നമുക്ക് ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മല്ലിയില, പുതിനയില. ഇപ്പം നമ്മൾ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വെച്ചേക്കുന്ന മല്ലിയില കുറച്ചിട്ടാൽ മതി, കുറച്ച് മല്ലിയില. നമ്മൾ പറഞ്ഞ മാരിനേഷൻ നമുക്ക് എത്ര ടൈം കൂടുതലാണോ ഓവർനൈറ്റ് വരെ ബെസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് നമ്മുടെ പച്ചമുളക്, പിന്നെ നമ്മുടെ ഉള്ളി നമ്മൾ വറുത്ത ഉള്ളി നമ്മൾ മിക്സിയിലാക്കി പൊടിച്ച് വെച്ചേക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ പൊടി ഐറ്റംസ്, നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ്റെ ഗരം മസാലയാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതിന് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള മിൽമയുടെ തൈരുണ്ടെങ്കിൽ അതാണ് നല്ലത്. വേറെ തൈര് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ മസാല, ഗരം മസാലയുടെ കാര്യം ഞാൻ പറയുന്നുണ്ട്. നമുക്കിത് മാരിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗരം മസാലയുടെ കാര്യം പറയാം. അത് നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. നമ്മളെ ഗരം മസാല, അത് ഹൈദരാബാദ് ചിക്കൻ വെക്കുന്ന സ്പെഷ്യൽ ഗരം മസാല എന്ന് പറയുന്നത് കുരുമുളക്, സാജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക. അതാണ് നമ്മൾ ഇത്രയും പൊടിച്ച് വറുത്ത് വേണമെങ്കിലും പൊടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെയും പൊടിച്ചെടുക്കാം. ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മൾ കുരുമുളക്, സാജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല. ഇനി നമുക്ക് നാരങ്ങ എടുക്കാം. നാരങ്ങ നമുക്ക് പിഴിയുമ്പോൾ ഇതിൽ എൻ്റെ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു ഫുൾ നാരങ്ങ ലെമൺ ജ്യൂസിൽ പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി ചെയ്താൽ മതി. ഇതിൻ്റെ ചെറുതായതുകൊണ്ട് ഞാൻ ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ട നമ്മുടെ ഉപ്പ്.
നമ്മൾ ഒരു 1.5-2 സ്പൂണോളം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഇനി നമ്മൾ അഡീഷണൽ ഉപ്പ് ഇടേണ്ടി വരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഇടുന്നത്. നല്ലതുപോലെ നമുക്ക് ഉപ്പ് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു നേരത്തെ പറഞ്ഞാൽ എത്ര നേരം വെക്കാൻ പറ്റും, ഓവർനൈറ്റാണ് ഏറ്റവും ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വെക്കാം. അപ്പോൾ അങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ അരി ഒന്ന് കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞാനിപ്പം പോസ്റ്റ്മാൻ്റെ അരിയാണ് വാങ്ങിച്ചേക്കുന്നത്. അത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്, നമ്മൾ കുക്കിംഗ് കണക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന അരി കഴുകിയെടുക്കുമ്പോൾ അരിയിൽ നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കണം ലാസ്റ്റ് കഴുകിയിടുക. പാല് പോലത്തെയൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് കഴുകിയെടുക്കുന്ന വെള്ളം. അപ്പോൾ നമ്മൾ അരിയെ കഴുകി കണ്ടോ, നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ടിരിപ്പുണ്ട്, അല്ലാതെ കലങ്ങൽ പോലെ ഒന്നുമില്ല. അതാണ് അരി ഒട്ടിപ്പിടിക്കത്തില്ല, നല്ല ക്ലിയർ ആയിട്ട് കഴുകി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമ്മൾ അരിയെല്ലാം വാഷ് ചെയ്ത് വെച്ച് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മൂട് കട്ടിയുള്ള പാത്രത്തിൽ, ചൂട് കട്ടിയുള്ള പാത്രം, നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കണ്ടോ. അപ്പോൾ ഞാനൊരു 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, 8 ഗ്ലാസ് വെള്ളം. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നവരേക്കും നമ്മുടെ ചിക്കൻ നമുക്ക് തയ്യാറാക്കാം. നമ്മൾ ഉള്ളി വറുത്ത ലേശം എണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉള്ളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല ചിക്കനിൽ പിടിക്കും. അപ്പം ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കൻ നമ്മുടെ എണ്ണയിലിട്ട് കണ്ടോ, എല്ലാം നമ്മൾ ചിക്കൻ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്യാനായിട്ട്. കാരണം ഓൾറെഡി നമ്മളെ ചിക്കനിന്ന് വെള്ളം വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് ഈ പാത്രം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ പാൻ ഒന്ന് കഴുകി ഒഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാലയുടെ ഒന്നും വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് എല്ലാം ആ ഒരു ഫ്ലേവർ നമ്മുടെ കറിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് കഴുകി കണ്ടോ, ആ കളർ നമ്മൾ ആ മാരിനേറ്റ് വെച്ച പാൻ തന്നെ കഴുകി ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ആ മസാല എങ്ങും വേസ്റ്റ് ആകത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഇവനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ, ഇനി ബാക്കി നമ്മൾ ചിക്കൻ എന്നുള്ള വെള്ളമായിരിക്കും നമുക്ക് വന്ന് ഇത് നമ്മുടെ ചിക്കൻ കുക്കായി വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചവനെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളെ ബേ ലീവ്സ് ഉണ്ട്, പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, തക്കോലമുണ്ട്. കണ്ടോ, ഇത്രയാണ് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ബേ ലീവ്സൊക്കെ വേണമെങ്കിൽ പിന്നെ എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, തക്കോലം ഇത്ര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലേശം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതായത് നമ്മൾ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നവരെ ലേശം ഉപ്പ് നമ്മളിടുമ്പോൾ ലേശം ഉപ്പ് കയറി നിൽക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പുറത്ത് നമ്മുടെ ചോറിനുള്ള അരിയും വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് അടഞ്ഞിരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം കണ്ടോ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കാവൂ. ഉപ്പും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു പൊടി ഒന്ന് കയറി നിൽക്കണം. കാരണം ബിരിയാണിക്ക് നമ്മൾ ഉപ്പിടുമ്പോൾ അങ്ങനെ ചെയ്യാവൂ, ജസ്റ്റ് ഒന്ന് കയറി നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കഴുകി വെച്ചേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി കുക്ക് ചെയ്ത് സെറ്റ് ചെയ്തെല്ലാം എടുക്കുന്നത്, നമ്മൾ വാർത്തെടുക്കുന്നതാണ്. ലേശം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കണ്ട, നമ്മൾ അരി തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ അരി വെള്ളം കുറച്ച് കൂടിയാലും പ്രശ്നമില്ല. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ കുക്ക് ചെയ്ത് വറ്റിച്ചെടുക്കുന്നതല്ല, നമ്മളിങ്ങനെ വാർത്തെടുക്കും. അപ്പോൾ കുഴപ്പമില്ല, ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി നല്ലതുപോലെ കിടന്നൊന്ന് കുക്കാവട്ടെ. നമ്മൾ ചിക്കനും അപ്പുറത്ത് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ എൻ്റെ ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ലേശം ഗ്രേവി നമ്മൾ ഇട്ടുതന്നാൽ മതി. ഈ അരി നമുക്കൊരു കുറച്ച് കുക്ക് ചെയ്ത് ബാക്കി 10% ബാക്കി ഇട്ട് നമുക്ക് കുക്ക് ചെയ്ത് ബാക്കി നമ്മുടെ ദമ്മിങ് ടൈമിൽ അത് കുക്കായിക്കോളും. കണ്ടോ, നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. തിളച്ച് നല്ല കുറുകിയ ഗ്രേവിയാണ് നമുക്ക് ചിക്കനിലുള്ളത്. നമുക്കൊന്ന് ഒരു 10 മിനിറ്റും കൂടി ഇരിക്കുമ്പോഴേ നമ്മുടെ കറി ഒന്ന് സെറ്റായി വരും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. നല്ല എൻ്റെ പാകത്തിനുള്ള കറി എല്ലാം സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഹോൾഡ് ചെയ്താൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് തിളച്ച് കണ്ടാ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് നമ്മുടെ ചോറും കൂടെ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കണം. നെയ്യൊക്കെ ഇങ്ങനെ മുകളിൽ സെറ്റായി നിൽപ്പുണ്ട്. നമുക്കൊന്ന് കുറുകി വന്നാൽ നമ്മുടെ ചിക്കൻ ഓഫ് ചെയ്യാം. ചിക്കൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അരിയും അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇടയ്ക്ക് ഒരു ചെറിയ പണി, ഒരു അര ഗ്ലാസ് പാല് നല്ലതുപോലെ ചൂടാക്കിയിട്ട് നമ്മുടെ കുങ്കുമപ്പൂ ഇട്ട് വെക്കാം. നമ്മുടെ കുങ്കുമപ്പൂ നമുക്ക് ഒരു ഇച്ചിരി പാലിൽ നമ്മൾ കുങ്കുമപ്പൂ ഇട്ട് വെച്ച്, അപ്പോൾ ഇതിന് നമ്മുടെ ചോറൊക്കെ ഒന്ന് ലാസ്റ്റ് ഫൈനൽ ചെയ്തിലായിക്കൊണ്ടിരിക്കുമല്ലോ നമ്മുടെ കറിയൊക്കെ. അപ്പം നമ്മുടെ കുങ്കുമപ്പൂ നമുക്കിട്ട് ഒന്ന് കലക്കി വെക്കാം. 2 സെക്കൻഡ് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ചേ ഇടുന്നുള്ളൂ, അധികം ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നതിന് കുറച്ച് കൂടുതലിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അരിയൊക്കെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ ചൂട് ദം ചെയ്യാൻ വെക്കാൻ പോവാണ്. ലേശം നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ നെയ്യൊക്കെ നമ്മുടെ പാനിൻ്റെ ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വാർത്ത് വെച്ചേക്കുന്ന നമ്മുടെ ചോറിട്ടു ഒരു ലെയർ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ കല്ലിൽ നമ്മൾ സാധാരണ അടുപ്പിലാണ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കനലൊക്കെ ഇടും. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നതിന് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഒരു ലെയർ ചോറിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ലേശം നമ്മൾ വെച്ച നമ്മുടെ കുങ്കുമപ്പൂട്ട പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് നമ്മൾ ഫ്രൈഡ് ചെയ്ത് നമ്മുടെ ഓണിയൻ ഇട്ട് കൊടുക്കാം. അത് ഞാൻ ആദ്യം പറഞ്ഞ് കുറച്ച് ഉള്ളി മാറ്റി വെക്കാം. നമ്മൾ ലാസ്റ്റ് ദം ചെയ്യുമ്പം ഗാർണിഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ പുതിനയില ഇടുന്നുണ്ട്, അതോടൊപ്പം നമ്മുടെ മല്ലിയില ഇടുന്നുണ്ട്. ഇത്രയായിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ചിക്കൻ കറി, നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത്രയും ഗ്രേവി നമുക്ക് വരുമ്പോഴത്തേന് കുറച്ച് ഗ്രേവി നമ്മുടെ ചോറിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇതായിരിക്കത്തില്ല. അപ്പോൾ ലേശം ഗ്രേവി തുള്ളി നമ്മൾ കണ്ടല്ലോ, വളരെ തുള്ളി ഗ്രേവി ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ചോറിലൊക്കെ ആ ഒരു കളറും ആ ഒരു ടേസ്റ്റൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ് നമ്മുടെ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ കുറച്ച് ചോറ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, എപ്പോഴും എല്ലായിടത്തും ആവത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കിയിരിക്കുന്ന നമ്മുടെ ഫ്രൈഡ് ഓണിയൻസും നമ്മുടെ ലീഫും ഒക്കെ ഇട്ട് നമുക്ക് ലാസ്റ്റാണ്. അപ്പോൾ നമ്മൾ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റത്തെ ബാക്കിയിരിക്കുന്ന മുഴുവനും പാലും നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രൈഡ് ഓണിയൻ കണ്ടോ, നമ്മൾ ഫ്രൈഡ് ഓണിയൻ ഇട്ടു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഇല, നമ്മുടെ പുതിനയില, മല്ലിയില, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇല കുറച്ച് പിശും കണ്ട കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല മണമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ടു. ലാസ്റ്റ് നമ്മുടെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് മതി, അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി നമ്മൾ കുറച്ച് നെയ്യ് വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു വെയിറ്റും കൂടെ എടുത്ത് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിരുന്നാൽ നമ്മുടെ ദമ്മ് കറക്റ്റായിരിക്കും. നമ്മൾ കറക്റ്റ് ദമ്മ് ആവത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടും. അപ്പോൾ നമ്മൾ ദമ്മ് ഒട്ടിക്കുകയാണ്. വീട്ടിലായിട്ട് നമുക്ക് മറ്റേ മൈദ മാവൊന്ന് ചുറ്റും വെച്ച് ഒട്ടിക്കണം, ജസ്റ്റ് ഇങ്ങനെ വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ സെറ്റായിട്ട് നമുക്ക് അവനെ സെർവ് ചെയ്യാം. കണ്ടോ, നമ്മളെ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി അടിപൊളിയായിട്ട് സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്കൊരു വലിയ ട്രേയിലേക്ക് ഇവനെ മാറ്റി എല്ലാവർക്കും ഇരുന്ന് വട്ടത്തിലിരുന്ന് നമുക്ക് കഴിക്കാം. അടിപൊളിയായിരിക്കും നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി. അപ്പം നമുക്ക് ഇവനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നമുക്ക് കുറച്ചായിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് മുകളിലെ ചോറിൽ മസാല ഉണ്ടാകത്തില്ല, നമ്മൾ അടിക്കുന്ന ചിക്കൻ എടുക്കുമ്പോൾ മിക്സ് ചെയ്ത് നമ്മൾ സെർവ് ചെയ്താൽ മതി. നല്ല ചൂട് ബിരിയാണി. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് കാത്തിരിക്കാൻ ഒട്ടും ക്ഷമയില്ല. ഇതിനെ എന്താ പറയുക, കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒരു അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വീട്ടിൽ തയ്യാറാക്കുക നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.